ഫാദർ, സൺ, ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. വചനമേ ആരാധന, ദൈവമേ ആരാധന, ആത്മാവിൽ ആരാധന, സത്യത്തിൽ ആരാധന. ഇന്ന് ദൈവത്തിന്റെ തിരുഹൃദയം നമ്മൾ കാണുക. ദൈവത്തിന്റെ തിരുഹൃദയം നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ തിരുഹൃദയം കാണുക? ഹൃദയശുദ്ധിയോടെയാണ് നാം ദൈവത്തിന്റെ തിരുഹൃദയം കാണുന്നത്. തിരുഹൃദയം ആത്മാവിലാണ് നമ്മൾ കാണുന്നത്. അതാണ് ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. ദൈവത്തിന്റെ തിരുഹൃദയമാണ് സ്നേഹം. തിരുഹൃദയം നമ്മളെ സ്നേഹിക്കുകയാണ് ദൈവം. ബാഹ്യമായ സ്നേഹമല്ല ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയത്, ദൈവ സ്നേഹമാണ് വെളിപ്പെടുത്തിയത്. അത് ദൈവം നമ്മെ ഹൃദയത്തിലൂടെയാണ് കണ്ടെത്തുന്നത്, സ്നേഹത്തിലൂടെ. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ തിരുഹൃദയം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എങ്ങനെയാണത് വെളിപ്പെടുക? നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും മുഴുവനും ശുദ്ധിയുള്ളതായിരിക്കണം. നിങ്ങൾ ആത്മപരിശോധന ചെയ്തു നോക്കുവിൻ. നിങ്ങൾ ശരീരവും മനസ്സും ആത്മാവും മുഴുവനും ശുദ്ധിയുള്ളവരാണെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ നാം ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിന്റെ തിരുഹൃദയം കാണിച്ചു തരും. അതെങ്ങനെയാ നാം കാണുന്നത്? കൊച്ചു കുട്ടികളെ പോലെ നിർമ്മലരാകുമ്പോഴാണ്. ഒരു ശിശുവിനെ പോലെ നിർമ്മലരാകുവിൻ, ദൈവരാജ്യം അവരുടേതാണ്. നമ്മുടെ ഹൃദയം പൂർണ്ണ ശുദ്ധി വരുത്തി കഴിഞ്ഞാൽ ദൈവരാജ്യം അവരുടേതാണ്. എത്ര നല്ല ഒരു വചനത്തിലൂടെയാണ് നമ്മളെ ദൈവം നയിക്കുന്നത് നോക്കണം. തിരുഹൃദയം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നമ്മൾ ഹൃദയം കാണുക? നിങ്ങൾ മരക്കൊമ്പിൽ ഒരു പക്ഷി കൂടുകൂട്ടുന്നു. പക്ഷി കൂടുകൂട്ടി അതിൽ മുട്ടയിട്ടു. പെൺപക്ഷി അതിനടയിരുന്നു. കാവൽ ആൺപക്ഷിയും മുട്ട വിരിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. ആദ്യം തീറ്റ കൊടുക്കുന്നത് ആൺപക്ഷിയാണ്. കരുതലുള്ള പഴവർഗ്ഗങ്ങൾ ദാഹത്തിനും വിശപ്പിനും വേണ്ടി അവ കൊത്തിക്കൊണ്ടുവന്ന് കൊടുക്കും. പിന്നീട് പെൺപക്ഷിയും പോകും. രണ്ടുപേരും ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ്. അത് പറക്ക പറ്റുന്നിടത്തോളം കാലം സംരക്ഷണം. ഒരു പക്ഷിക്ക് ഇത്രമാത്രം അറിവ് നൽകിയ ദൈവം മനുഷ്യ മക്കളെ എത്രമാത്രം ഹൃദയത്തിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷികൾ പറന്നു പോകുന്നവയാണ്. അവ കൂടുവിട്ടു പോയി കളഞ്ഞാൽ പിന്നെ ആ കൂട്ടിലേക്ക് വരുന്നില്ല. മനുഷ്യൻ ഒരിക്കലും പറന്നു പോകുന്നില്ല. അവൻ തിരിച്ച് അവന്റെ കൂട്ടിലെത്തുന്നു, അല്ലെ അവന്റെ വീട്ടിലെത്തുന്നു. എന്നാൽ ഈ മനുഷ്യൻ വന്ന ജീവൻ തിരിച്ച് ദൈവത്തിലെത്തേണ്ടതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ശരീരം വിട്ട് ഒരിക്കൽ കൂടുമാറിപ്പോകും. അന്ന് അവൻ വന്ന സ്ഥലമാകുന്ന നിത്യജീവന്റെ അരുവിയായ യേശുക്രിസ്തുവിലേക്ക് ലയിക്കണം. അപ്പോൾ ഒരു മനുഷ്യനെ പറ്റി, ഒരു കുടുംബത്തെ പറ്റി, ഒരു വ്യക്തിയെ പറ്റി ദൈവത്തിന് എത്രമേൽ കാരുണ്യവും സ്നേഹവും ഉണ്ടാകും, നമുക്ക് അളക്കാൻ കഴിയുകയില്ല. അത്ര വലിയ സ്നേഹമാണ് ദൈവസ്നേഹം. ആ പക്ഷിയേക്കാൾ എത്ര വിലപ്പെട്ടവരാണ് നമ്മൾ. ആത്മാവിൽ
നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ക്രിസ്തുവിൽ നാം എന്താണ് ചെയ്യേണ്ടത്, ദൈവത്തെ നാം എങ്ങനെ ആരാധിക്കും, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്ന ആരാധകരെന്ന് വിശുദ്ധ വചനം പറയുന്നു. അത് സത്യമാണ്. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചാൽ നമ്മളിൽ ഒരിക്കലും പാപത്തിന് നിലനിൽക്കാൻ പറ്റുകയില്ല. അല്ലാതെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം ജഡീക രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം നമുക്ക് സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അയൽക്കാരനോട് പൊറുക്കാൻ കഴിയുന്നില്ല, സഹോദരങ്ങളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, മാതാപിതാക്കളോട് കരുണയില്ല, സ്നേഹമായൊരു വാചാലത പോലുമില്ല. എല്ലാവരെയും കാണുന്നത് ഒരു കണ്ണുകൊണ്ട്, തിന്മയുടെ പാപം ജനിപ്പിക്കുന്ന കണ്ണ്, പാപത്തിന്റെ കണ്ണുകൊണ്ട്. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ഹൃദയം തുറന്നു നോക്കുവിൻ, അതാ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ഹൃദയം തുറന്നു നോക്കിയാൽ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനിൽ പാപത്തിന് ഒരധികാരവുമില്ല. കാരണം ഗുരു യേശുനാഥൻ പാപത്തെ ജയിച്ചു. ഇനി പാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. അപ്പോൾ എൻ്റെ ഹൃദയം തുറന്ന് തിരുഹൃദയത്തിലൂടെ ഞാൻ നോക്കിയാൽ അതാ ദൈവത്തിൻ്റെ തിരുഹൃദയം എൻ്റെ ആത്മാവിൽ. ഞാൻ പാപം ചെയ്യേണ്ടവനല്ല, പാപം മോചിക്കേണ്ടവനാണ്. ഞാൻ ബലഹീനനല്ല, ക്രിസ്തുവിൽ ബലവാനാണ്. ഞാൻ നുണയനെ അല്ല സ്നേഹിക്കുന്നത്, സത്യത്തിന്റെ ആത്മാവിനെയാണ് സ്നേഹിക്കുന്നത്. സത്യാത്മാവാണ് എന്നിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കും. അപ്പം ആത്മാവില്, ക്രിസ്തു ആത്മാവിലാണ് ജീവിച്ചത്. ക്രിസ്തു ജീവിതം ആത്മാവിലാണ് ജീവിതം. ദൈവിക സ്നേഹമാണ് ക്രിസ്തു ജീവിതം. മുഴുവനും ദൈവസ്നേഹമായിരുന്നു ക്രിസ്തു. ദൈവം മുഴുവനോടെ പൂർണ്ണതയിൽ, അപൂർണമില്ലാതെ പൂർണ്ണതയിൽ ക്രിസ്തുവിൽ ജീവിച്ച ദൈവം. അതാണ് അവിടുന്ന് പുറപ്പെട്ട ദൈവവചനം. അപ്പൊ യേശു ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടത് ദൈവവചനമാണെങ്കിൽ യേശുവിൽ നിറഞ്ഞത് ദൈവമായിരുന്നു. അതുകൊണ്ടാണ് ദൈവവുമായുള്ള സമാനത നിലനിർത്തിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അപ്പം ദൈവത്തോടു കൂടെ ദൈവവുമായിരിക്കുന്ന ആ സമീപനം, ദൈവത്തോടു കൂടെ ഇരിക്കുന്ന മനുഷ്യൻ പാപമില്ലാത്തവനാണ്. ദൈവത്തിലായിരിക്കുന്ന ദൈവം തന്നെയായിരുന്നു ക്രിസ്തു. ബാഹ്യതയിൽ മനുഷ്യനും പൂർണ്ണതയിൽ ദൈവവും. അപ്പം അപൂർണമില്ലാത്ത പൂർണ്ണതയായിരുന്നു യേശുക്രിസ്തു എന്ന ദൈവ മനുഷ്യൻ. ഈ ദൈവ മനുഷ്യന്റെ ആത്മാവിൽ നിന്നാണ് വിശുദ്ധ വചനങ്ങൾ പുറപ്പെട്ടത്. വിശുദ്ധ വചനങ്ങളെല്ലാം ദൈവനിവേശ്യങ്ങളാണ്. അത് സ്വീകരിച്ചവരെല്ലാം രക്ഷ പ്രാപിച്ചു. രക്ഷ പ്രാപിച്ചവരെല്ലാം ഒരു ഗണമായി തീർന്നു. അവർ നിരന്തരം ദേവാലയത്തിലും ഭവനത്തിലും സദാ ദൈവത്തെ ആരാധിച്ചു കൊണ്ടേയിരുന്നു. അപ്പം ദൈവത്തിനൊരു ആരാധന കൂട്ടായ്മയുണ്ട് ഭൂമിയിൽ. അവർ സദാ
ദൈവത്തെ ആരാധിക്കും. ഒരു ടൈം ടു ടൈം അല്ല, സദാ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. അപ്പൊ നാം ഓരോരുത്തരും സദാ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വേണം ഭൂമിയിൽ ജീവിക്കുവാൻ. അപ്പോഴാണ് നാം നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവിനെ കാണുന്നത്. ദൈവത്തിന്റെ തിരുഹൃദയം നമ്മളിൽ കാണും. നമ്മുടെ ഹൃദയമല്ല, ദൈവത്തിന്റെ തിരുഹൃദയമാണ് സ്നേഹം. ഈ സ്നേഹമാണ് ദൈവമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. പരസ്പര സ്നേഹമാണ് ദൈവം. അപ്പം യേശുവും പിതാവും വചനവും തമ്മിലുള്ള ആ സ്നേഹം എന്തായിരുന്നു? ദൈവത്തോടു കൂടെ ദൈവമായിരുന്നു, ദൈവത്തിലായിരുന്നു യേശുവിലുള്ള സ്നേഹം. അപ്പൊ യേശുവിന്റെ സ്നേഹം നിരന്തരം നമ്മൾ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം, അല്ലെ? ആ നാമം സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. അവിടുത്തോടു കൂടെ ആയിരിക്കുമ്പോൾ പാപത്തിന് നമ്മളിൽ സ്പർശിക്കാൻ സാധ്യമല്ല, വെറുപ്പിന് നമ്മളിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, പിണക്കത്തിന് നമ്മളിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, വഴക്കിന് നമ്മളിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, രോഗത്തിന് നമ്മളിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, പാപത്തിന് നമ്മളിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, ഗർവിന് നമ്മളിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കാരണം നമ്മളിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് വസിക്കുന്നുവെങ്കിൽ നാം യേശുക്രിസ്തുവിനോടുകൂടെ ഐക്യപ്പെട്ട പിതാവിന്റെ ആരാധകരായി തീരും. പ്രൈസ് ദി ലോർഡ്.